അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കുട്ടികളെ, മർഹബൻ ബിക്കും ജമിയാൻ. എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്ക് എൻ്റെ പുറകിൽ നല്ലൊരു സൂര്യനെ കാണുന്നുണ്ട് അല്ലേ? ഓക്കെ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പരീക്ഷ ഇങ്ങെത്തിക്കഴിഞ്ഞു. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മുൻ വർഷങ്ങളിൽ ചോദിച്ച ഒരു ചോദ്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. നുക്മിൽ ശംസൽ മുഫ്രദത്ത് ബിൽ കലിമാത്തിൽ മുനാസിബ്, യോജിച്ച വാക്കുകൾ കൊണ്ട് നമ്മൾ എന്തിനു ഫില്ല് ചെയ്യണം? ആ പദസൂര്യനെ ഫില്ല് ചെയ്യണം. ഇത് സൂര്യനാണെന്ന് തോന്നുന്നുണ്ടോ? ഒരു സൂര്യനാണ് എന്ന് സങ്കല്പിക്കുക. ഈ പദസൂര്യന് നമ്മൾ എന്ത് ചെയ്യാണ്? യോജിച്ച വാക്കുകൾ കൊണ്ട് ഫില്ല് ചെയ്യാൻ പോവാണ്. എങ്ങനെ യോജിച്ച വാക്കുകളാണ് നമുക്ക് വേണ്ടത്? അൽ മുസ്തഷ്ഫ. അൽ മുസ്തഷ്ഫ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. മുസ്തഷ്ഫ എന്ന് വെച്ചാൽ, മുസ്തഷ്ഫ എന്ന വാക്കിന് അർത്ഥം എന്താ? അതെ, ഹോസ്പിറ്റൽ എന്നാണ്, ആശുപത്രി എന്നാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ അവസാനത്തെ പാഠഭാഗത്തിൽ നമ്മൾ ആശുപത്രിയുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട പേരുകളൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ അവസാനത്തെ പാഠത്തിൽ പഠിക്കുന്നുണ്ട്. ആ ഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണിത്. ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ് ത്വബീബ് എന്നത്. ത്വബീബ് എന്നത് ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഒരു വാക്ക്. എന്താണ് ത്വബീബ്? ത്വബീബ് എന്ന വാക്കിന് അർത്ഥം എന്താ? ഓക്കെ, ത്വബീബ് എന്ന വാക്കിനർത്ഥം ഡോക്ടർ എന്നാണ്. എന്താണ്? ഡോക്ടർ. അങ്ങനെയാണെങ്കിൽ ഈ കൊടുത്തിട്ടുള്ള വാക്കുകളിൽ നിന്ന് ആശുപത്രിയുമായി ബന്ധപ്പെട്ട വാക്കുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, നമുക്ക് എത്ര എണ്ണം കണ്ടെത്തണം? 1, 2, 3, 4, 5 വാക്കുകൾ നമുക്ക് അവിടെ നിന്ന് കണ്ടെത്തണം. ഓക്കെ, ഒന്നാമത്തെ നമുക്ക് നോക്കാം. കിതാബ്. കിതാബ് എന്നാൽ പുസ്തകം എന്നാണ് അർത്ഥം. കിതാബ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണോ? കിതാബ് എന്ന വാക്ക് ഏറ്റവും കൂടുതൽ യോജിച്ച് വരുന്നത് സ്കൂള് മദ്രസയുമായിട്ടാണ്. നമുക്ക് ആശുപത്രിയിലേക്ക് എന്തെയ്യണ്ട? പുസ്തകം അങ്ങനെ പരിചയപ്പെടുത്തണ്ട. അടുത്തത് മുമരിളത്ത്. മുമരിളത്ത് എന്ന് വെച്ചാൽ നേഴ്സ് എന്നാണ് അർത്ഥം. നേഴ്സ്. അങ്ങനെയാണെങ്കിൽ മുമരിളത്ത് നമുക്ക് ഇവിടെ എഴുതിക്കൂടെ? നേഴ്സ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഒരാളല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുന്നു മുമരിളത്തുൻ. മുമരിളത്തുൻ. ഓക്കെ ആണോ? കാണുന്നുണ്ടോ? ഓക്കെ, നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. കളർ മാറ്റണോടാ? ഓക്കെ, നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. സ്വൈദലിയ. സ്വൈദലിയ എന്ന് വെച്ചാൽ ഫാർമസി എന്നാണ് അർത്ഥം. സ്വൈദലിയ, ഫാർമസി. ഫാർമസി എന്നത് ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണല്ലോ. സ്വൈദലിയ നമ്മൾ എഴുതുന്നു. ഓക്കെ, സ്വൈദലിയ. സ്വൈദലിയ. സ്വൈദലിയ എന്ന് വെച്ചാൽ ഫാർമസി എന്നൊക്കെയാണ് അർത്ഥം. അടുത്ത വാക്ക് നമുക്ക് നോക്കാം. മിസ്ത്വറത്ത്. മിസ്ത്വറത്ത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. മിസ്ത്വറത്ത്, മഹായ, ഒക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. മിസ്ത്വറത്ത് എന്ന് വെച്ചാൽ സ്കെയിലി എന്നാണ് അർത്ഥം. അത് നമ്മുടെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട വാക്കാണോ? അല്ല. അടുത്തത് ഹൊക്കനത്ത്, ഇഞ്ചക്ഷൻ, കുത്തിവെപ്പ് എന്നാണ്. അത് ആശുപത്രിയുമായി ബന്ധപ്പെട്ട വാക്കാണ്. നമ്മളത് ഇവിടെ എടുത്തെഴുതുന്നു. ഓക്കെ, അടുത്തതിലേക്ക് നമുക്ക് പോവാം. ദവാ. ദവാ എന്ന് വെച്ചാൽ മരുന്ന് എന്നാണ് അർത്ഥം. മരുന്ന് ആശുപത്രിയുമായി ബന്ധപ്പെട്ട വാക്കാണ്. നമ്മൾ ഇവിടെ എഴുതുന്നു ദവാ. ഇനി നമുക്ക് എഴുതാനുള്ളത് മക്കളെ, ഇവിടെ ചെറിയൊരു തെറ്റ് പറ്റിയതാണ് കേട്ടോ. ഇത് ഒരുമിച്ചാണ് വായിക്കേണ്ടത്. കുർസിയുൽ മുത്തഹരിക്ക. കുർസിയുൽ മുത്തഹരിക്ക എന്താണ്? വീൽ ചെയർ. വീൽ ചെയർ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണോ? അതെ, വീൽ ചെയർ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ്. നമ്മൾ എഴുതുന്നു കുർസിയുൽ മുത്തഹരിക്ക. ഓക്കെ ആണോ? ഇത്രയും. മഹായ. മഹായ എന്നത് ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണോടാ? മഹായ എന്നത് അല്ല. മഹായ എന്നത് ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഒരു വാക്കല്ല. അപ്പോൾ നമ്മൾ ആ ഒരു പദസൂര്യൻ ഫില്ലാക്കി കഴിഞ്ഞു. പദസൂര്യൻ പൂർത്തിയാക്കി കഴിഞ്ഞു. പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു 5-8 വാക്കുകളൊക്കെ തന്നിട്ട് ഇതിൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ടത് ഏത്, ആശുപത്രിയുമായി ബന്ധപ്പെടാത്തത് ഏത് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഉത്തരം എഴുതി കഴിഞ്ഞു. ഇനി നോക്ക്, ഞാൻ ഒന്ന് ഇവിടെ അടയാളപ്പെടുത്തി തരാം. ഇവിടെ കിതാബ് എന്നത് ആശുപത്രിയുമായി ബന്ധപ്പെട്ടാണോ? അല്ല. സ്വൈദലിയ ആശുപത്രിയുമായി ബന്ധപ്പെട്ടതാണ്. ഫാർമസി എന്നാണ് അർത്ഥം.
ഹുഖനത്ത് ഇഞ്ചക്ഷൻ ആശുപത്രിയുമായി ബന്ധപ്പെട്ടതാണ്. കുർസിയിൽ മുതഹരിക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ടതാണ്. വീൽ ചെയർ മഹായ ആശുപത്രിയുമായി ബന്ധപ്പെട്ടത് അല്ല. മുമരിള്ള നേഴ്സ് ആശുപത്രിയുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തത് മിസ്ത്വറത്ത് സ്കെയിൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ടത് അല്ല. ദവാ ആശുപത്രിയുമായി ബന്ധപ്പെട്ടതാണ്. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് നമ്മൾ കാണാറുണ്ട്. മുൻ വർഷങ്ങളിൽ 2 or 3 തവണ ചോദിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മക്കൾ എന്ത് ചെയ്യുക, ഈ വാക്കുകൾ നിർബന്ധമായിട്ടും അറിഞ്ഞു വെക്കുക. ബാക്കി കാര്യങ്ങൾ വരുന്ന വീഡിയോയിലായിട്ട് മറ്റ് റിവിഷൻ ക്ലാസ് ലൈവുകളിലൊക്കെ ആയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അതുവരേക്കും മഅസ്സലാം.